ഈ പാറയിലാട്ട കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞത്. ഈ അമ്പലം നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇവിടേക്ക് പോകണമെങ്കിൽ തന്നെ ഗുരുവായൂരിന് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കണ്ടാനിശ്ശേരി എന്ന സ്ഥലത്താട്ട് ഈ കല്ലുത്തിപ്പാറ അമ്പലം വന്നത്. അപ്പം നമുക്കിവിടെ ബൈക്ക് കാറിലൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. കാരണം കുറച്ച് ഉള്ളിലാട്ടാ. ബസ്സിന് വന്നവർക്ക് അവിടെ നിന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് വരേണ്ടി വരും. കാരണം ഉള്ളിലായ കാരണം ആ സൗകര്യമില്ല, ബസ് റൂട്ടില്ല. അപ്പം നമുക്ക് അതായിരുന്നു കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷയ്ക്കായാലും വന്നാലും ഇവിടെ തൊഴുതായാലും ഇവർ വേറെ ഓട്ടോറിക്ഷ നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അതായിരുന്നു ആ കാര്യത്തിൽ പേടിക്കേണ്ട, ബസ്സിലായാലും വരാട്ടാ. അപ്പം നമ്മൾ അമ്പലത്തേക്ക് കയറുമ്പോൾ ഇവിടെ കാലും കൈയൊക്കെ കഴുകിയിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ തൊഴുതതിന് ശേഷം നേരെ പാറപ്പുറത്തേക്ക് പോയിട്ടാ. ആ അമ്പലം നോക്കിയാൽ നല്ല രസമില്ലേ. ചുറ്റും പാറയ്ക്ക് നടുവിലായിട്ട് ഈ അമ്പലം വന്നെ നല്ല ഭംഗിയിരുന്നിട്ടാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാട്ടാ. ഒന്നുകിൽ രാവിലെ വരാം, ഇല്ലെങ്കിൽ ഈവനിങ് വരാട്ടാ. ഉച്ചയ്ക്കൊന്നും ആരും വരാൻ നിൽക്കരുത്, പാറപ്പുറമാണ്, അറിയാലോ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെയാട്ടാ നമ്മുടെ കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാട്ടാ ഇത്. അപ്പോൾ ഇവിടെ എല്ലാ മാസം പാദത്തിൻ്റെ പൂജ ഉണ്ടാവാറുണ്ട് കേട്ടാ. ഇവിടുത്തെ പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് തന്നെ കുളം ഉണ്ട് കേട്ടാ. അതെന്ന് പറഞ്ഞാൽ 4 ആളുടെ ഹൈറ്റാണ്, അത്രയ്ക്ക് താഴ്ചയായിട്ടാ ആ കുളത്തിനുള്ളത്. അപ്പോൾ ആ കുളത്തിൽ ആരും ഇറങ്ങാനൊന്നും നിൽക്കരുത്. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെറിയ കുളമായിട്ട് തോന്നും കേട്ടോ, പക്ഷെ അത് ഭയങ്കര താഴ്ച കേട്ടാ. അത് കാരണം അതിലാരും ഇറങ്ങാനൊന്നും നിൽക്കരുത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തായാലും ആ കുളം വറ്റാറില്ലാന്ന്. അതൊരു ഭയങ്കര സംഭവം തന്നെയല്ലേ, പാറപ്പുറത്തെ കുളം വറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ പിന്നെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദേവിയുടെ അമ്പലമാണ്. അപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ, ഗണപതി, അയ്യപ്പൻ, മുരുകനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഈ ഭഗവാന്മാരുടെ ഇവിടെ ബാലരൂപങ്ങളാട്ടുള്ളത്. അപ്പം നിവേദ്യം കൊടുക്കണ സമയത്ത് നമ്മൾ ഈ പാറപ്പുറത്ത് നിൽക്കാൻ പാടില്ല കേട്ടോ. ആ സമയത്ത് നമ്മൾ നേരെ ഇവിടെ ഒരു മുളങ്കാട് ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ, അടിപൊളിയാണ്. അപ്പം നമുക്ക് ആ നിവേദ്യം കൊടുക്കണ സമയത്ത് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. നല്ല കൂളിയും കാര്യങ്ങളാണ്. നമ്മുടെ കൃഷ്ണൻ്റെ വൃന്ദാവനില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ഫീൽ തോന്നും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ആടി നല്ല രസം തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് വന്നതിനും ഒരു അടിപൊളി ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാട്ടെ ഈ അമ്പലത്തിൽ. ഓക്കെ.